ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം സംഘടനയായ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിലെ സജീവ പ്രവർത്തകനും ഭാരത് സ്കൗട്ട് ഡിസ്ട്രിക്ട് സെക്രട്ടറിയും നല്ലൊരു അധ്യാപകനുമായ ശ്രീ അമീൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ഐഡിയൽ FM-ൽ എത്തുന്നത്. സർ, ഐഡിയൽ FM-ലേക്ക് സ്വാഗതം. സർ, അങ്ങ് ഒരു അധ്യാപകനാണല്ലോ, എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത്? സ്കൗട്ട് ആൻഡ് ഗൈഡ് 2007 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ബേസിക് കോഴ്സ് ചെയ്യുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡിനുള്ള താല്പര്യമാണ് ഞാൻ ഈ ഒരു അധ്യാപകനും ഈ സ്കൗട്ട് മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാനുള്ള കാരണം. കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളെപ്പോലെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു. കുട്ടിക്കാലത്ത് 7ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ സ്കൗട്ടിങ്ങിനെ പരിചയപ്പെടുന്നതും അതിൻ്റെ സഹയാത്രികനായിട്ട് ചേരുന്നതൊക്കെ. പക്ഷേ നിങ്ങളെപ്പോലെ കുറേ നേരത്തെ എത്താനും സാധിച്ചിട്ടില്ല, എന്നാൽ എത്തിയ സമയത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചില്ല. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഒരു അവസരം ലഭിച്ച സമയത്ത്, അധ്യാപകനായപ്പോൾ അവസരം ലഭിച്ചപ്പോൾ അത് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഇതിൽ അംഗമായാൽ ഭാവിയിൽ എന്തു നേട്ടമാണ് നമുക്കുണ്ടാവുക? നമ്മുടെ സർവോന്മുഖമായ വളർച്ചയാണ് ഏറ്റവും പ്രധാനം. ഒപ്പം നമ്മൾ വിദ്യാഭ്യാസം തന്നെ ലക്ഷ്യം വെക്കുന്നത് ക്യാരക്ടർ ഫോർമേഷനാണല്ലോ. സ്വഭാവ രൂപീകരണമില്ലാത്ത ഒരു വിദ്യാഭ്യാസമല്ല, അത് വിദ്യാഭ്യാസമാകുന്നില്ല എന്നാണ് ഗാന്ധിജി ഒക്കെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നല്ലൊരു സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിന്, അതും സേവന സന്നദ്ധ മനസ്സോടുകൂടി എപ്പോഴും തയ്യാർ എന്നുള്ള മുദ്രാവാക്യവുമായി പോകുന്ന ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് എന്ത് ഉപദേശമാണ് തരാനുള്ളത്? സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. തീർച്ചയായും രാജ്യം അതിൻ്റെ ഘട്ടങ്ങളിൽ വളർന്നു പോകുമ്പോൾ അതിലെ പൗരന്മാർക്കാണല്ലോ അതിൻ്റെ വളർച്ചയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പങ്ക് വഹിക്കാനുള്ളത്. അത്തരത്തിൽ ചെറുപ്പം മുതലേ ഇതിലേക്ക് ആകർഷയാകുകയും ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക്, അയാളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കും. അത്തരത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്ന നല്ല മക്കളായി വളരാൻ ഈ ഒരു കുട്ടികൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ആശംസകളായി പറയാനുള്ളത്. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതും വിലയേറിയ അനുഭവങ്ങൾ പങ്കുവച്ചതും ഐഡിയൽ പേരിൽ ബിഗ് സല്യൂട്ട്.